നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം തള്ളി സംസ്ഥാന സർക്കാർ. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. ഒരുമിച്ച് നിൽക്കണമെന്ന നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിൽ ഗവർണർ അതൃപ്തി പരസ്യമാക്കി. Whenever governor is present, Vande Mataram should be sung or played on music or band. Whenever it is played or sung, it has to be in full. That is what we feel. Now, for any reason, speaker feels that it is not to be done. I don't know. Let us see how the things will be developing. I have not decided anything. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാത്തതിനെ വിമർശിച്ച് BJPയും രംഗത്ത് വന്നു. എന്നാൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കേണ്ട കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത കേരളത്തിനില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റ് തടസ്സങ്ങളില്ല. യഥാർത്ഥത്തിൽ വന്ദേമാതരം ആ 2 ഈരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇരുന്ന് കേൾക്കേണ്ടതാണ്. പക്ഷേ എഴുന്നേറ്റ് നിന്നാണ് എല്ലാവരും അത് കേട്ടത്. അത് ഞങ്ങളും പിന്നെ എഴുന്നേറ്റ് നിൽക്കാമെന്ന് വെച്ചു. അതാണ് ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തത വേണ്ടെന്നുള്ളത്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സത്യപ്രതിജ്ഞാവേളയിൽ വന്ദേമാതരം മുഴുവൻ ആലപിച്ചു എന്നുള്ളത് വിവാദമായി. ഇപ്പോൾ വീണ്ടും വിവാദമായിരിക്കുന്നു. വന്ദേമാതരം ഒരു വിവാദ വിഷയമായി മാറുകയാണ്. അനുജ, ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതര ആലപനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ലോക്ഭവൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന വേളയിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ അത് നിരാകരിക്കുകയായിരുന്നു. സാധാരണ ആലപിക്കുന്ന പോലെ 4 ഈരടികൾ ഉള്ള ഒരു ആലാപനം മാത്രം മതിയെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്. അങ്ങനെയാണ് ഈ പോലീസിന്റെ ബ്യൂഗിൾ വാദനത്തിൽ 4 വരി മാത്രമായി അത് ചുരുങ്ങിയത്. എന്നാൽ അതിൽ ലോക്ഭവൻ ഇപ്പോൾ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വന്ദേമാതര ആലാപനത്തിന്റെ കാര്യത്തിൽ ലോക്ഭവൻ നിഷ്കർഷ പുലർത്തിയ ശേഷമാണ് ഈ നെഹ്റുവിന്റെ ഉദ്ധരണി കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവസാന നിമിഷം എഴുതി ചേർക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്തത്. അങ്ങനെയാണ് ഒന്നിച്ചു നിന്നാൽ, ഒറ്റയ്ക്ക് നിന്നാലല്ല, ഒരുമിച്ച് നിന്നാലാണ് വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുകയെന്ന നെഹ്റുവിന്റെ ഉദ്ധരണി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചേർത്തത്. അത് അവസാന നിമിഷം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ കാര്യമാണത്. വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ലോക്ഭവൻ എടുത്ത നിലപാടിനുള്ള മറുപടി എന്നോണമാണെന്നാണ് നമുക്കിപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.